ഡൊണാൾഡ് ട്രംപിന് ചുട്ട ഒരു മറുപടി കൊടുക്കാൻ തൻ്റെ മന്ത്രിമാർ ധാരാളമെന്ന് ഒരിക്കൽ കൂടി ലോകത്തെ കാട്ടിക്കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൊണാൾഡ് ട്രംപ് വിദേശ നയം കൈകാര്യം ചെയ്യുന്ന രീതിയെ വിമർശിച്ച് പൊളിച്ചടുക്കിയത് ഇത്തവണ ടീം മോഡിയിലെ പ്രമുഖൻ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെ. ട്രംപിൻ്റെ വിദേശ നയങ്ങളും അത് നടപ്പാക്കലും ശരിയല്ലെന്ന് തുറന്നടിച്ച് എസ് ജയശങ്കർ. വ്യാപാര വിഷയങ്ങൾ ഉൾപ്പെടെ ട്രംപിൻ്റെ അമേരിക്കയുടെ വിദേശ നയം നടപ്പാക്കുന്നത് പരസ്യമായ രീതിയിലാണെന്നും അത് എങ്ങനെ ശരിയാകുമെന്നുമാണ് അദ്ദേഹം ചോദിച്ചത്. ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയ പ്രഖ്യാപനത്തിന് മുമ്പ് ഒരിക്കലും ട്രംപ് ഇന്ത്യയുമായി റഷ്യൻ എണ്ണ വാങ്ങുന്ന വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നും ജയശങ്കർ തുറന്നു പറയുന്നു. ട്രംപിൻ്റെ നുണക്കഥകൾ ഓരോന്നായി പൊളിച്ചെടുക്കുകയാണ് അങ്ങനെ ഇന്ത്യ. ഇപ്പോഴത്തെ US പ്രസിഡന്റിനെ പോലെ പരസ്യമായി വിദേശ നയം നടപ്പാക്കിയ ഒരു US പ്രസിഡന്റിനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്നും ട്രംപ് ലോകത്തോട് ഇടപെടുന്ന രീതി അത്ര നല്ലതല്ലെന്നും ലോകത്തോടും സ്വന്തം രാജ്യത്തോട് പോലും ഇടപെടുന്നത് പരമ്പരാഗത യാഥാസ്ഥിതിക രീതിയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടാണെന്നും ജയശങ്കർ വ്യക്തമായി തെളിവുകൾ നിരത്തി തന്നെ പറയുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി ഇന്ത്യൻ ലോക വിപണിയിൽ മറിച്ചു വിറ്റ് ലാഭം നേടുകയാണെന്ന US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിൻ്റെ പ്രസ്താവനയ്ക്കും ജയശങ്കർ ചുട്ട മറുപടി നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വാങ്ങരുതെന്നും ആരും നിങ്ങളേത് വാങ്ങാൻ നിർബന്ധിക്കുന്നില്ലെന്നുമാണ് ജയശങ്കർ തുറന്നടിച്ചത്. ദേശീയ താൽപ്പര്യത്തിന് അനുസൃതമായിട്ടാണ് ഇന്ത്യ തീരുമാനങ്ങൾ എടുക്കുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ US അധിക തീരുവ ചുമത്തിയതെന്ന് ജയശങ്കർ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇന്ത്യയേക്കാൾ കൂടുതൽ അളവിൽ റഷ്യയിൽ നിന്ന് എണ്ണയും LNG വാങ്ങുന്ന ചൈനയ്ക്കോ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾക്കോ US നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ട്രംപ് അതിന് മാത്രം മിനക്കെട്ടില്ലെന്നും ജയശങ്കർ തുറന്നു പറഞ്ഞു. കഴിഞ്ഞ മെയ് മാസത്തിൽ 4 ദിവസം നീണ്ടുനിന്ന ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ചെന്ന ട്രംപിൻ്റെ അവകാശവാദത്തെയും ജയശങ്കർ വീണ്ടും നിഷേധിച്ചു. അമേരിക്കയുടെ യാതൊരു വിധത്തിലുമുള്ള മധ്യസ്ഥതയും ഉണ്ടായിരുന്നില്ലെന്ന് ജയശങ്കർ പറഞ്ഞു. 1970 മുതൽ 50 വർഷത്തിലേറെയായി പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ ഇന്ത്യ ട്രംപല്ല ആരുടെയും മധ്യസ്ഥത സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുടിനോട് ഉക്രൈനു വേണ്ടി മധ്യസ്ഥത പറയാൻ പോയതൊക്കെ ഇന്ത്യക്കല്ലാതെ മറ്റാർക്കാണ് വ്യക്തമായി അറിയുക? ഏതൊരു വ്യാപാര ചർച്ചയിലും ആഭ്യന്തര കർഷകരുടെ താൽപ്പര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഈ മാസം ഇന്ത്യ സന്ദർശനം നടത്താനിരുന്ന US പ്രതിനിധി സംഘം അത് റദ്ദാക്കിയെങ്കിലും ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും ജയശങ്കർ തുറന്നു പറഞ്ഞു. എന്നാൽ വ്യാപാര ചർച്ചകളുടെ കാര്യത്തിൽ കർഷകരുടെയും ചെറുകിട ഉൽപ്പാദകരുടെയും അവകാശവാദങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ ഒരിക്കലും പിന്നോട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. അങ്ങനെ US ട്രഷറി സെക്രട്ടറിക്ക് ഡൊണാൾഡ് ട്രംപിന് ഒക്കെ ചുട്ട മറുപടികളാണ് ഇന്ത്യൻ ടീം മോദി നൽകിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇന്ത്യയെ അവഹേളിക്കാനും ഇന്ത്യയെ താറടിക്കാനും ഒക്കെ ശ്രമിച്ചാൽ ഇതുപോലെ തന്നെ ഇനിയും ശക്തമായ മറുപടികൾ ഇന്ത്യൻ മന്ത്രിമാരിൽ നിന്നും ഇന്ത്യൻ ഭരണകൂടത്തിൽ നിന്നും പ്രതീക്ഷിക്കാമെന്ന് ട്രംപ് ഒന്ന് ഓർത്തിരിക്കണം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ച ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച